ഹലോ നമസ്കാരം. നമ്മൾ ഒരു ദിവസം വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പണ്ട് മുതലേ നമ്മൾ പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ? ഇന്ന് അതുപോലെ ഒരു ദിവസമായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച കുറേ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രി തിരിച്ചു വന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതൊന്നും ചെയ്യാതെ ഈ സപ്പോട്ട മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതെല്ലാം ഒന്ന് നടാൻ വേണ്ടിയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ അതിരാവിലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉച്ചയായി തുടങ്ങിയപ്പോൾ തന്നെ അപ്പോൾ അതിൽ കൂടെ നീറൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സപ്പോട്ട മരം. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം വിചാരിച്ചു ഇപ്പോൾ ഉടനെ കൊണ്ടുപോയിട്ട് നടുന്നതിന് പകരം ആദ്യം കുറച്ച് സമയം നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാമെന്ന്. കാരണം ഇപ്പം നല്ല വെയിലായിട്ട് തുടങ്ങി. അപ്പോൾ ഈ കത്തുന്ന വെയിലത്ത് നമ്മൾ വെയിൽ കൊള്ളുന്നതിലും ഭേദം ഇത് കുറച്ച് സമയം വെള്ളത്തിൽ കിടക്കട്ടെ. ഇത് നമ്മുടെ ചെമ്പകത്തിൻ്റെ ചെടിയാണ്. അവിടുന്ന് കിട്ടിയതെല്ലാം പിറക്കിക്കൊണ്ട് പോകുന്നു കേട്ടോ, അതാണ് സത്യം. ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു റോസാ ചെടിയാണിത്. പിന്നെ കുറേ അലറ ചില്ലറ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ തൂക്ക് ചെടി ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നായിരുന്നു, പക്ഷെ നോക്കാണ്ടൊക്കെ ചീത്തയായി പോയതാണ്. അങ്ങനെ നമ്മുടെ ബക്കറ്റ് ഗാർഡൻ റെഡി ആയിരിക്കുകയാണ്. ചുമ്മാ ഇതിനെ അങ്ങനെ വിളിക്കാമല്ലേ, നല്ല രസമില്ല കാണാൻ. നമ്മളിതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാൻ വിചാരിച്ചിരുന്നു ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴക്കാറായി, ഇടിയായി, പ്രശ്നമായി. അങ്ങനെ ലൈറ്റെല്ലാം പോയി തുടങ്ങിയ സമയത്ത് നമ്മൾ പെട്ടെന്ന് മഴ പെയ്തിട്ട് ഇത് വെള്ളത്തിലിരുന്ന് ചീഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ഇത് കുഴിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ചട്ടിയിൽ മണ്ണെല്ലാം പണ്ടേ സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ തന്നെ ഇത് കുറച്ച് ഉണങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ഒന്ന് വെള്ളം നനച്ച് കുഴച്ചെടുക്കുകയാണ്. ഈച്ചാൻ പുറത്ത് പോയിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മഴയ്ക്ക് മുമ്പ് ഇത് ചെയ്യാനുള്ള ഒരുക്കം കണ്ടപ്പം ഈച്ചാനും കൂടെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഒരു ഗ്ലൗസ് ഇട്ടൊക്കെ ഇത് ചെയ്യൂ എന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നെങ്കിലും ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല. പുള്ളിക്ക് ഇതെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതായതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ നമ്മൾ അടിയിൽ ഓടും ചകിരിയും ഇട്ടിട്ട് പിന്നെ വളമിട്ട് മണ്ണിട്ട് അങ്ങനെയാണ് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നാളായതുകൊണ്ട് ഇത് ഉണക്കൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് കുഴച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ചട്ടിയും ഇതുപോലെ നനച്ച് എല്ലാം മണ്ണെല്ലാം ഒന്ന് ഇളക്കി സെറ്റാക്കി ചെടി നടാൻ പാകത്തിന്. പിന്നെ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് നടുകയായിരുന്നു. ഇതിൽ എല്ലാം നമ്മൾ ചട്ടിയിൽ നടുന്നതല്ല, നമ്മുടെ ചെമ്പകം പോലെയുള്ളതൊക്കെ നമ്മൾ പുറത്ത് നടുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒന്നും പേരെന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ഈ ചെടികളുടെ. എന്നാലും എല്ലാ ചെടിയും എടുത്തിട്ട് നമ്മൾ ചെടി ഇത് വളർന്നു വരാൻ ഉള്ള വലിപ്പം അനുസരിച്ച് നമ്മൾ ചെറുതും വലുതുമായ ചട്ടികളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ചെടി നടുമ്പോൾ ഞാൻ ചെടിയോട് പറഞ്ഞിട്ടാണ് നടുന്നത്, നന്നായിട്ട് വളർന്നു വാ, ചേട്ടനെ പോലെ വളർന്ന് പന്തലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നടുന്നത്. മൂന്നുസേ പന്തലിക്കണം. ചേട്ടനെ പോലെ തന്നെ നീയും. ഈ ചെടിയുടെ സൈസ് അല്പം വലുതും ചട്ടിയുടെ സൈസ് ചെറുതുമായിരുന്നു. അപ്പോൾ ഇത് തമ്മിലൊരു മിസ്മാച്ച് വന്നതുകൊണ്ട് നമ്മൾ ഈ ചട്ടി മാറ്റിയിട്ട് പകരം വേറെ ഒരു ചെടിയാണ് ഈ ചട്ടിക്കകത്ത് പിന്നെ വെക്കുന്നത്. കണ്ടോ, പാകമല്ലാത്ത നിക്കറായിപ്പോയി ആ ചെടിക്കിത്. അതുകൊണ്ട് നമ്മളത് മാറ്റി പുതിയൊരു ചെടി അതിനകത്ത് വെക്കാൻ പ്ലാൻ ചെയ്തു. റോസ ചട്ടിയിൽ നടണോ മണ്ണിൽ അല്ലാതെ നടണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം ചട്ടിയിൽ വെക്കാം, വളർന്നതിന് ശേഷം നമുക്കത് തണ്ട് മുറിച്ചിട്ട് പുറത്ത് മാറ്റി വെക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. പിന്നെ തികയാത്തതിന് വീണ്ടും നമ്മൾ 2 ചട്ടിയും കൂടി പോയി എടുത്തിട്ട് വന്നു. ചട്ടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, മണ്ണിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെടികളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഉണ്ടായിരുന്നു, പിന്നെ നമ്മളതെല്ലാം നോക്കാണ്ട് പോയതാണ്. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വലിയ ചെടിക്ക് വലിയ ഒരു ചട്ടി കൊണ്ടുവന്നു സെറ്റാക്കിയിട്ടുണ്ട്.
അങ്ങനെ ചട്ടിയിൽ നട്ട് വെച്ചിരിക്കുന്ന എല്ലാ പുതിയ ചെടികൾക്കും വെള്ളമൊഴിച്ച് സ്വാഗതം അറിയിച്ചിരിക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് മണ്ണിൽ നടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മുടെ ഈ കയ്യാലയുടെ തൊട്ട് പുറകിലായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ നടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അതിന് അലവാങ്കൊക്കെ എടുത്ത് റെഡിയായി വന്നിരിക്കുകയാണ്. ആള് നല്ല മൂളിപ്പാട്ടൊക്കെ പാടി ആസ്വദിച്ചാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. അമ്മയുടെ അഭിപ്രായങ്ങളൊന്നും വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മീൻ വെട്ടിക്കൊണ്ടിരുന്ന അമ്മ ആ സമയമായപ്പോഴത്തേക്ക് അവിടെ എത്തി. നമ്മുടെ ഈ ചെമ്പകം മുറിച്ച് ഡിഫറെൻറ്റ് പീസസ് ആക്കി വെച്ചാലോ എന്നൊരാലോചന ഉണ്ടായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് മൂർച്ചയുള്ള കത്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മൂർച്ചയില്ലാത്ത കത്തി വെച്ച് മുറിക്കുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ അറങ്ങും മുറുങ്ങുമായിട്ട് കിടക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ ഒരേ കുഴിയിൽ തന്നെ മൊത്തത്തിൽ ആ ചെടി നട്ട് വെക്കുമായിരുന്നു ചെയ്തത്. അതിൻ്റെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മുടെ ആ ചെടിയുടെ പേരെനിക്കറിയത്തില്ല, നമ്മുടെ വാഴയുടെ ഇലയൊക്കെ പോലെ ഇരിക്കും അങ്ങനത്തെ ആ ചെടി. അത് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ ഓഫീസിൻ്റെ മുമ്പിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കടലാസ് പുഷ്പമാണ് ഈ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ കുഴി കുത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചെടി. അങ്ങനെ ആ ചെടിയും മണ്ണിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. വെള്ളം രണ്ട് വാക്കിൽ കവിയാതെ സംസാരിക്കും. ചെടികൾ നമുക്ക് കേന്ദ്രമാണ്, അവിടെ മൊത്തല്ലേ ചെടി. എല്ലാവർക്കും മടിയാന്ന് ഇവിടെ. ഈ വീട്ടിലെല്ലാരും പല ട്രിക്കൊക്കെ ആയിട്ട് വരും. അപ്പൊ ഞാനിവിടെ പൈപ്പ് ഓൺ ആക്കി തരുകയും ചെയ്തു. ചെടി എടുത്ത് തന്നു. പൈപ്പ് ഓൺ ആക്കി തരുന്ന ഒരു വിഷയമായിട്ടാണ് എടുത്തേക്കുന്നത് എല്ലാവരും. ചെടി നടാന്ന് പറഞ്ഞിട്ട് അങ്ങോ 200 പോയിട്ട് സാധനം വാങ്ങി വന്നു. എന്നിട്ട് അവിടെ നിന്ന് മീൻ മുറിക്കുന്നു. ഇതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ചെടികളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമല്ലാതെ. നട്ടല്ലോ. അധ്വാനം മൊത്തം ഞാനും ക്രെഡിറ്റ് മൊത്തം നീയും.